ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ ഫാമിലി ആയിട്ട്. അങ്ങനെ വെളിയിലൊന്നും പോയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് കോട്ടയത്ത് നിന്ന് വെളിയിലേക്കൊക്കെ വരുന്നത്. അപ്പം വീട് വിട്ട് നിൽക്കാത്തതിൻ്റെ ഒത്തിരി സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു കൊല്ലം 2 കൊല്ലം എനിക്ക്, അല്ലെങ്കിൽ 1 കൊല്ലം എനിക്ക് നല്ല പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചില്ല. കാരണം എന്നെക്കാൾ മികച്ച കായിക താരങ്ങൾ ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു. നിന്നെ പഠിപ്പിച്ച ആ കിക്കുകൾ മാത്രം ജസ്റ്റ് അവിടെ ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് കിക്ക് ചെയ്തു, ആ കിക്കിൽ ആ പ്ലെയർ നോക്കൗട്ട് ആവുകയും ചെയ്തു. നമുക്ക് നമ്മുടെ ലൈഫ് ഡ്രീമുകൾ കാണാൻ എന്നെ സാറിങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സോ സന്തോഷം എനിക്ക് വിജയങ്ങളാണ്. ബട്ട് അങ്ങനെയുള്ള പരാജയങ്ങളും എന്നെ കൂടുതൽ പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു പെർഫോമൻസ് ആ ദിവസം കാഴ്ചവെക്കാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് നാഷണൽസിൽ സെലക്ഷൻ കിട്ടുകയും അവിടെ എനിക്ക് ഗോൾ അടിക്കാൻ സാധിച്ചു. സോ അവരെയൊക്കെ കാണുമ്പോൾ പിന്നീട് മോട്ടിവേഷൻ ഉണ്ടാകുകയും അവരെ പോലെ ആകണം എന്ന ഒരു ചിന്ത വരികയും പിന്നീട് അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡായി ഡിറ്റർമിനേഷൻ ചെയ്തു. എൻ്റെ ഫൈനൽ റൗണ്ടിൽ അത് ഇന്ത്യയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ എന്നും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷങ്ങളായിട്ട് എനിക്ക് പറ്റിയൊരു അനുഭവമായിരുന്നു. Hello, I'm Margaret Maria Roji, international taekwondo athlete from India. തൈക്കൊണ്ടോ എന്ന് പറയുന്ന ഒരു ഈവൻ്റ്, അല്ലെ തൈക്കൊണ്ടോ എന്ന വേർഡ് എൻ്റെ ജീവിതത്തിൽ അറൗണ്ട് 13 കൊല്ലമായിട്ട് ഞാൻ ഡെയിലി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളായിട്ടാണ്. എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം എന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ജൂനിയറിൽ തന്നെ, അല്ലെങ്കിൽ ജൂനിയറിൽ നിന്ന് സീനിയറിലേക്ക് വരുന്ന ഒരു പ്രായം, അറൗണ്ട് 16 ഇയേഴ്സ്, 16-ാം വയസ്സിൽ ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും എൻ്റെ ഫൈനൽ റൗണ്ടിൽ അത് ഇന്ത്യയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ എന്നും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷങ്ങളായിട്ട് എനിക്ക് പറ്റിയൊരു അനുഭവമായിരുന്നു. അന്ന് എൻ്റെ ആ ഒരു വിജയം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് കൈയടിച്ചാൽ ആ ഒരു പ്രോത്സാഹനത്തിലൂടെയാണ് ഇന്ന് ഇവിടം വരെ എനിക്ക് എത്താൻ വലിയൊരു മോട്ടിവേഷൻ കിട്ടിയത്. എൻ്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ ചെറുതായിട്ട് തൈക്കൊണ്ടോ അല്ലാതെ, തൈക്കൊണ്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 9ാം ക്ലാസ് വെച്ചാണ്. 7ാം ക്ലാസ് തൊട്ട് ഞാൻ സ്പോർട്സിൽ പല ഈവൻറ്റുകളിൽ പങ്കെടുക്കുമായിരുന്നു. അത് സ്കൂൾ ലെവലുകളിൽ, ഖോ, കബഡി, അത്ലറ്റിക്സ്, അങ്ങനെ എല്ലായിടത്തും. അതുകൂടാതെ എൻ്റെ മമ്മ അത്ലറ്റ്സും കൂടെ ആയതുകൊണ്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിൽ സ്പോർട്സ് എൻ്റെ ലൈഫിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് 9ാം ക്ലാസ്സിൽ ഞങ്ങളുടെ സ്കൂളിൽ, സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ വെച്ച് ഒരു വനിതകൾക്കെല്ലാം, കുട്ടികൾക്കും സ്റ്റുഡൻസിനുമായിട്ട് ഒരു ഡെവലപ്പിംഗ് ക്ലാസ് തൈക്കൊണ്ടോയുടേത് സ്റ്റാർട്ട് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ അസോസിയേഷൻ, കേരള അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് തൈക്കൊണ്ടോയിലേക്ക് അജയ് കുമാർ സാറാണ്. സാർ ഒരു 2 മാസം എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞങ്ങൾക്ക് കേരള അസോസിയേഷനിൽ നിന്ന് ഷാജി മാസ്റ്റർ എത്തുന്നത്. ഷാജി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു മാഷ് ഷാജി മാഷായിരുന്നു. അങ്ങനെ തൈക്കൊണ്ടോയുടെ ആദ്യത്തെ ഡെവലപ്പിംഗ് പ്രോഗ്രാം കേരളത്തിൽ നടക്കുകയും ആ ഒരു സ്കൂൾ ലെവലിൽ വരികയും അവിടുന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചത് അത് നമ്മളുടെ അസോസിയേഷൻ ഓഫ് കേരളയുടെ, തൈക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആ ഡെവലപ്പിംഗ് പ്രോഗ്രാമിൽ കൂടിയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് തൈക്കൊണ്ടോയെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഖോ ഇഷ്ടമായിരുന്നു, അത്ലറ്റിക്സ് ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പേരൻസുമാണ് എന്നോട് ആദ്യം പറഞ്ഞത്, നീ തൈക്കൊണ്ടോയും കൂടെ ട്രൈ ചെയ്യ്, അതൊരു നല്ല ഇവൻ്റാണ്, ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസും അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസും അല്ലെങ്കിൽ ആ ഒരു പാഷൻ എല്ലാവരും ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായി ചെയ്യാൻ പറഞ്ഞത് എൻ്റെ പേരൻസും എൻ്റെ ടീച്ചേഴ്സും ആയിരുന്നു സ്കൂളിലെ തന്നെ. എൻ്റെ മീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ മീറ്റായിരുന്നു. അത് നമ്മുടെ സ്കൂൾ ലെവലിലെ ഉപജില്ല മത്സരമായിരുന്നു തൈക്കൊണ്ടോയുടേത്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളൂ. അപ്പം അത് ഒരു നേരം ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ 2 സെഷൻ മാത്രമേ തൈക്കൊണ്ടോയിൽ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നോട് പറഞ്ഞു, അവിടെ ആ ഒരു മീറ്റ് വരുന്നുണ്ട്, നിൻ്റെ വെയിറ്റിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ സബ് ജൂനിയറിൽ ആദ്യമായിട്ട് ആ മീറ്റിൽ പങ്കെടുത്തു. അതുകൂടാതെ എന്നോട് പറഞ്ഞു, നിന്നെ പഠിപ്പിച്ച ആ കിക്കുകൾ മാത്രം ജസ്റ്റ് അവിടെ ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് കിക്ക് ചെയ്തു, ആ കിക്കിൽ ആ പ്ലെയർ നോക്കൗട്ട് ആവുകയും ചെയ്തു. സോ
ആ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും കോൺഫിഡൻസും തന്നത്. ആ ഒരു ചാമ്പ്യൻഷിപ്പുകൾക്ക് ശേഷം ഞാൻ സ്റ്റേറ്റിൽ നല്ല പങ്കെടുക്കുകയും സിൽവർ മെഡൽ സബ് ജൂനിയർ ലെവലിൽ എനിക്ക് നേടാൻ സാധിച്ചു. അതിനുശേഷം ജൂനിയറിലേക്ക് വന്നപ്പോൾ നമ്മുടെ കൂടെ കേരളത്തിൽ നല്ല മികച്ച കായിക താരങ്ങൾ കേരള സ്പോർട്സ് കൗൺസിലുണ്ട്, സായിലുണ്ട്, ജീവിരാജയിലുണ്ട്. സോ ആ ഒരു കൊല്ലം 2 കൊല്ലം എനിക്ക്, അല്ലെങ്കിൽ 1 കൊല്ലം എനിക്ക് നല്ല പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചില്ല. കാരണം എന്നെക്കാൾ മികച്ച കായിക താരങ്ങൾ ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ 2, 3, 4 ചാമ്പ്യൻഷിപ്പുകളിൽ എനിക്ക് എൻ്റെ പരാജയം കാണേണ്ടി വന്നു ആദ്യത്തെ റൗണ്ടിൽ തന്നെ. അതിനുശേഷം ഞങ്ങളുടെ കോട്ടയത്ത് വെച്ച് നടന്ന നമ്മുടെ സ്കൂൾ മീറ്റിൽ, ജൂനിയർ സ്കൂൾ മീറ്റിൽ ഞാൻ 9th പഠിക്കുമ്പോൾ എനിക്ക് നല്ലൊരു പെർഫോമൻസ് ആ ദിവസം കാഴ്ചവെക്കാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് നാഷണൽസിൽ സെലക്ഷൻ കിട്ടുകയും അവിടെ എനിക്ക് ഗോൾ അടിക്കാൻ സാധിച്ചു കോട്ടയത്ത് വെച്ച് കിടന്നേ. ആ സെയിം ചാമ്പ്യൻഷിപ്പിൻ്റെ നാഷണൽസിൽ എനിക്ക് സിൽവർ മെഡൽ അടിക്കാൻ സാധിച്ചു. ഞാൻ പരാജയപ്പെട്ടത് ആസാമിലെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറുമായിട്ടാണ്, അതും കുറച്ച് സ്കോറിൻ്റെ വ്യത്യാസത്തിൽ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ, ആഴ്ചയിൽ 3 ദിവസം മാത്രം ട്രെയിനിങ് ചെയ്യുന്ന എനിക്ക് അത്രയോ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നീടാണ് എൻ്റെ കോച്ചസ് എന്നെ തിരിച്ച് ട്രിവാൻഡ്രത്തെ സായിലേക്ക് വിടുകയും അവിടെ സെലക്ഷൻ കിട്ടുകയും പിന്നീട് എൻ്റെ യാത്ര അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മദർ എന്ന് പറയുന്നത് ഒരു സ്പോർട്സുകാരിയായിരുന്നു. സോ മാക്സിമം ഞങ്ങൾ 3 കുട്ടികളാണ് വീട്ടിലുള്ളത്. എൻ്റെ ഒരു ചേട്ടനും ഒരു അനിയനും ഞാനും കൂടിയാണ്. സോ ഞങ്ങൾക്ക് തരുന്ന ആഹാരമാണെങ്കിലും അത് വെളിയിൽ ഉണ്ടാക്കുന്ന ഫുഡ്, വെളിയിൽ ഹോട്ടലുകളെക്കാളും കൂടുതൽ വീട്ടിലെ ആഹാരങ്ങളാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അതുകൂടാതെ ടൈക്കോണ്ടോയിൽ വെയിറ്റ് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അപ്പം ചാമ്പ്യൻഷിപ്പിൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ അത്രയും കാര്യമായിട്ട് ടൈക്കോണ്ടോ എടുക്കാത്തതുകൊണ്ടും, പക്ഷേ ആ റോട്ടീൻ എൻ്റെ ജീവിതത്തിൽ പണ്ടും ഉണ്ടായതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ ആ ഒരു ചാമ്പ്യൻഷിപ്പിനെ ഫേസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. രണ്ടാമത്തെ കാര്യം, കോൺഫിഡൻസ് ലെവലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു 2-3 ചാമ്പ്യൻഷിപ്പുകൾ അടുപ്പിച്ച് പരാജയപ്പെട്ടതിൽ നിന്നും സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് മെൻ്റലി പ്രിപ്പയർ ചെയ്യിപ്പിച്ചത് എൻ്റെ മാസ്റ്റേഴ്സും എൻ്റെ പേരൻസും പിന്നെ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഫ്രണ്ട്സും കൂടിയാണ്. അന്ന് പാടത്തേക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നല്ല പ്ലേസ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ കൊണ്ടുവരുന്ന അവരുടെ ജേഴ്സി, അവർ എഴുതിയിരിക്കുന്ന ഇന്ത്യയുടെ പേര്, അതൊക്കെ എനിക്കും ഒരു ഇന്ത്യയുടെ ജേഴ്സി വേണമെന്ന ഒരാഗ്രഹം, അത് അന്ന് തൊട്ട് സ്വപ്നം കാണാൻ തുടങ്ങിയതാണ്. തോൽവിയാണെങ്കിലും കുഴപ്പമില്ല, അടുത്ത ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് നോക്കാം, പക്ഷേ ഇവരെ പോലെ ആകണം, അല്ലെ ഇവരെക്കാളും മുന്നോടിയിൽ ഓടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 2012 ഞാൻ സായിൽ ജോയിൻ ചെയ്തത്. അന്ന് ജൂനിയർ ലെവലിൽ സ്കൂൾസിലായിരുന്നു. അതിനുശേഷം നാഷണൽസ്, നോർമൽ ഞങ്ങളുടെ ഫെഡറേഷൻ്റെ നാഷണൽസ്, അത് കഴിഞ്ഞാലാണ് ഇൻ്റർനാഷണൽസ് വരുന്നത്. അങ്ങനെ ഘട്ടമായിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് സായിൽ വരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ ഫാമിലിയായിട്ട്. അങ്ങനെ വെളിയിലൊന്നും പോയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് കോട്ടയത്ത് നിന്ന് വെളിയിലേക്കൊക്കെ വരുന്നത്. അപ്പം വീട് വിട്ട് നിൽക്കാത്തതിൻ്റെ ഒത്തിരി സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം അവിടുത്തെ കോച്ചസായ ബാലു സാറും ബാലമ്മയോടും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ എന്നെ ഹാർഡാക്കുകയും കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു അത്ലറ്റ് ലൈഫ് പഠിപ്പിച്ചു തരാൻ സാധിച്ചു. ഒരു ബേസിക് ലെവലിൽ നിന്നും കൂടുതൽ നല്ലൊരു പ്രൊഫഷണൽ അത്ലറ്റിലേക്ക് മാറാൻ ഞങ്ങളുടെ സായും കൂടാതെ ഞങ്ങളുടെ അസോസിയേഷനും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് എന്നെ. ഈ ഒരു 12 അല്ലെങ്കിൽ ഞാനൊരു 10 കൊല്ലം സായിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അതിൽ വളരെയധികം നല്ല അച്ചീവ്മെൻറ്റ്സുകൾ, ഇന്ത്യയിലെ ടോപ്പ് പ്ലെയറിൽ ഒരാളായി ആ ഒരു ഇയേഴ്സ് അത്രയും നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ എന്നെ സാധിച്ചത് സായി, അതുകൂടാതെ അസോസിയേഷനാണ്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ടു ബി ഓണസ്റ്റ് കരയായിരുന്നു ഒത്തിരി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ കഴിയുമ്പോൾ ബാലു സാറ് പറയും, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, പ്ലേയേഴ്സിനെ നോക്കൂ, എത്രയോ നല്ല പ്ലേയേഴ്സ് നിൻ്റെ മുന്നിൽ കൂടെ ഉണ്ട്, അവരൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നു. സോ മുന്നോട്ട് നിനക്ക് ഹാർഡ് വർക്ക് ചെയ്താലേ ഇങ്ങനെ ഇവരെ പോലെ നല്ലൊരു പ്ലേയേഴ്സ് ആക്കാൻ പറ്റുള്ളൂ. സോ ഇത്രയും അറ്റാച്ച്ഡ് ആകാതെ നമുക്ക് നമ്മുടെ ലൈഫ് ഡ്രീമുകൾ കാണാൻ എന്നെ സാറിങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സോ അതിനുശേഷമാണ് ഞാൻ പിന്നീട് അല്ലെങ്കിൽ
പല നല്ല അത്ലറ്റ്സ് സായിലുണ്ടായിരുന്നു, പല ഇൻ്റർനാഷണൽ അത്ലറ്റ്സും, അത്ലറ്റിക്സിലായാലും സൈക്ലിങ്ങിലായാലും. സോ അവരെയൊക്കെ കാണുമ്പോൾ പിന്നീട് മോട്ടിവേഷൻ ഉണ്ടാകുകയും അവരെ പോലെ ആകണം എന്ന ഒരു ചിന്ത വരികയും പിന്നീട് അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയി ഡിറ്റർമിനേഷൻ ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് ആ ഒരു കാലാവധി ഒരു ഇയേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തു എൻ്റെ ലൈഫിന്. ഒരാഴ്ചയിൽ 3 പ്രാവശ്യത്തെ സെഷൻ ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു ശീലമായി. പിന്നീട് അതിനെ കൂടുതൽ പരിചയപ്പെടുകയും ഹാർഡ് വർക്ക് ചെയ്യാനും സാധിച്ചു. പിന്നെ ഓരോരോ കോമ്പറ്റീഷൻസുകളുമാണ് കൂടുതൽ എന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളപ്പോൾ അത്ലറ്റിക്സിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ട്രെയിനിങ് പ്ലാൻസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, തൈക്കോണ്ടോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓടാനാണെങ്കിലും ഭയങ്കര ബോഡി പെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും ഓടുമ്പോൾ അവരുടെ കൂടെ ഓടാനൊന്നും ആ സമയങ്ങളിൽ സാധിക്കുകയില്ലായിരുന്നു. അത്രമാത്രം നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു നമ്മുടെ ബോഡി. പിന്നീട് അതിനെ സ്ട്രെങ്ത് ആക്കേണ്ടതും ആ ഒരു സ്ട്രഗിൾ പോയിന്റ്, ഒരു നോർമൽ ബോഡീനെ അത്ലറ്റ് ബോഡിയിലേക്ക് എങ്ങനെ ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെതായ പെയിൻസും ഇഞ്ചുറീസും എല്ലാം ഉണ്ടായിരുന്നു. തീർച്ചയായും ചെറിയ വിജയങ്ങളായിരിക്കണം. ലൈക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓരോ വിന്നിങ്ങും എനിക്കതൊരു വലിയ അപ്രിഷ്യേറ്റ് ആയിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് എൻ്റെ സന്തോഷം എനിക്ക് വിജയങ്ങളാണ്. ബട്ട് അങ്ങനെയല്ല, പരാജയങ്ങളും എന്നെ കൂടുതൽ പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഓരോ ഈവൻറ്റുകളിൽ അതിൻ്റേതായ അനലൈസും ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ എൻ്റെ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ ചിന്തിക്കുന്നതും അനലൈസ് ചെയ്യുന്നതും എന്നെക്കുറിച്ചും എൻ്റെ കളിയെക്കുറിച്ചുമാണ്. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട് ഓരോ ചാമ്പ്യൻഷിപ്പുകളിൽ അവരുടേതായ എക്സ്പീരിയൻസ് വെച്ചാണ് മുന്നോട്ട് വന്നത്.